சோ நான் என்ன செய்வேன் புள்ள கண்கள் ஏதோ தேட. Carnatic music is very strongly എന്താ പറയുക ഒരു സ്പിരിച്വൽ റൂട്ടിംഗ് ഉള്ള ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ അത് എൻ്റെ പാരൻസ് എനിക്ക് കാണിച്ചു തന്നത് ഓർ എൻ്റെ ക്വസ്റ്റ് മൈ തേഴ്സ്റ്റ് അതിലൂടെ എനിക്ക് ചാനലായി വന്നതാണ് Jayashree ma'am. Today I feel the 15-20 minutes into singing, I'm into it because the 20 minutes I'm able to do. Now it is like, now I know it's just an inseparable thing. I'm telling you, if not this, I don't know what to do. ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ പാടിയിരുന്ന ഒരു കുട്ടീനെ പിടിച്ച് പെട്ടെന്ന് ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് മുമ്പിൽ നാളെ ആൾക്കാരെ ജഡ്ജ് ചെയ്യാനൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ പാവം കയ്യെന്ന് പോവും. അങ്ങനെ I'm singing and I have this കണ്ണെത്താ ദൂരത്തേക്ക് ആൾക്കാരിരുന്ന് കേൾക്കുന്നു. ഇതാണ് എൻ്റെ മനസ്സിലുള്ളൊരു ഇമേജ് വിഷ്വൽ. ഓക്കെ, I've lost 2 people, like I mean if I have to say very അത് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് I've lost them to death. फिर आपके नसीब में ये बात हो ना हो शायद फिर इस जन्म में मुलाकात हो न हो. Hello and welcome everybody to the show. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് is a classical singer, a teacher and a playback singer. ആൻഡ് എനിക്ക് പേഴ്സണലി ഏകദേശം ഒരു 10 വർഷമായിട്ട് അറിയാവുന്ന എൻ്റെ ഒരു വളരെ ഡിയർ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. ആൻഡ് ഷീ ഈസ് കാർത്തിക വൈദ്യനാഥൻ. കാർത്തികയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും തുടങ്ങണം എന്നറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാർത്തികയെ കാണുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴാണ്, അമിതാഭ് ബച്ചൻ ജീനെ. അന്ന് നമ്മൾ പരിചയപ്പെട്ടാണ്. എനിക്ക് കാർത്തികയാണ് ഈ പാട്ട് പാടിയെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നും കാറിൽ ഈ പാട്ട് കേൾക്കുന്നുണ്ട്, കങ്കൽ ഏതോ. സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. പക്ഷെ ഒരിക്കലും നിന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തില്ല കാർത്തിക ദാറ്റ് ഇറ്റ്സ് യു സിംഗിങ്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ആൻഡ് സോ ഇലേറ്റഡ് ടു നോ ദാറ്റ് കാർത്തിക. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, നമ്മൾ മലയാളികളെല്ലാം തമിഴ് പാട്ടുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ നോ ഹൂസ് എ പേഴ്സൺ ബിഹൈൻഡ് ദ വോയിസ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഷോ തന്നെയാണ്. ആ ഷോയിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ആളാണ് പോലും ആൾക്കാർക്ക് അറിയില്ല. സോ വെൽക്കം അഗൈൻ ടു കേരള ആൻഡ് ദി ഓഡിയൻസ് ഹിയർ. അതിൻ്റെ ഇടയ്ക്ക് മലയാളം പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടെന്ന് അറിയാം, ബട്ട് ജസ്റ്റ് ടു ഗെറ്റ് ദ മൂഡ് ഗോയിങ്, if you don't mind. Of course, yes. This beautiful song, അല്ലേ? Definitely. ഇത് എനിക്ക് ചിത്തയിലെ ചിത്ത is personally one of my very എന്താ പറയുക ഒരു ഫേവറേറ്റ് ഫിലിമാണ് എനിക്ക്. ഇറ്റ്സ് എ വെരി മീനിങ് ഫുൾ ഫിലിം. അതെ. അപ്പോൾ ആ ഫിലിമിൻ്റെ പാട്ടാവാൻ പറ്റി. ഈ പാട്ട് ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് ലൈക്ക് വെരി ടൈലർ മെയ്ഡ് ഫോർ മീ. അങ്ങനെ സോ ദാറ്റ് വേ അത് ഒരു ഭയങ്കര ലക്കാണ് തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നോട്ട് ഓൾവേസ് ഡു വി ഗെറ്റ് സോങ്സ് ദാറ്റ് ആർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. പലപ്പോഴും നമ്മൾ ആ ക്യാരക്ടറിന് ഫിറ്റ് ചെയ്യും, പടത്തിന് ഫിറ്റ് ചെയ്യും. അതൊരു ഞാൻ എപ്പോഴും പറയും പാടുന്നത് ഇസ് ഓൾസോ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഡബിങ്. യു ആർ ഡബിങ് ഫോർ എ ഫേസ്. You have to really match to that character, and I feel like that. That's probably also why composers, if they go in search of voice, it's mostly not even for the musical or technical. All that these days we can do a lot. We can middle and there are many ways to technical ആയിട്ട് support ചെയ്ത് നമുക്ക് but that നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണ്ടേ ഇന്ന ആളാണ് ഇത് അല്ലെങ്കിൽ പാടുന്നതെന്ന് നമുക്ക്. ഇറ്റ് ഷുഡ്ന്റ് ബി ലൈക്ക് സഡൻലി somebody else is coming, you know. അങ്ങനെ ഈ പാട്ട് എന്നിലേക്ക് വരായിരുന്നു. ലൈക്ക് ദേ ട്രൈഡ് എ ഫ്യൂ വോയിസസ് ആൻഡ് ദെൻ മൈ വോയിസ് വാസ് ലൈക്ക് എൻ്റെ ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ തോന്നി ഓ നോ ഓക്കെ നൗ ഐ നോ ഐ. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വർക്കാണ് ചിത്തയുടെ സോങ്. ലൈക്ക് വിളയാട്ട് പേച്ചില பேச ஊசி ஏத்துற நிலேசா பார்க்க மின்னல் கொட்டிடுதே ஒளி பாஞ்சவோ முகம் மனசோட மோதுதே நீ பேசும் பேச்சு ஐயோ அள்ளிடுதே என்னென்னவோ உன்கிட்ட சொல்லவும் தோணுதடா காதல் வந்தே சட்டுன்னு சல்லட போடுத
என்ன ஏதேதோ பண்ணதடி தாங்காத சந்தோஷம் நான் என்ன செய்வேன் புள்ள கண்கள் ஏதோ തേട കലവാട. എനിക്ക് ഈ ലൈൻ പാടുമ്പോൾ ചിരി വരും. എന്താ പറയുക, ഇതിനെ വെച്ചിട്ട് ഇപ്പോൾ കുറേ ഇറ്റ്സ് ലൈക്ക് ഓ ഹൗ ഡു യു ഡു ദാറ്റ്, ഓ ഇറ്റ്സ് ബിക്കം വൺ തിങ്. വെരി വെരി ഹാപ്പി അബൌട്ട് സിംഗ് ദിസ് സോങ്. ഞാൻ ആലോചിക്കായിരുന്നു കാർത്തിക ശരിക്കും ഒരു നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്, ഒരു 4th ജനറേഷൻ മ്യൂസീഷ്യൻ ആണല്ലേ. എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത്? ഐ തിങ്ക് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മുതൽ മ്യൂസീഷ്യൻസിൻ്റെ ഒരു ഫാമിലിയാണ്. So tell me about your great grandfather, father and now coming to you. എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത് about your legacy, your people behind you? ഈ പറഞ്ഞ പോലെ ഞാൻ ലൈക്ക് ഹൗ വി വർ കാഷ്വലി ടോക്കിംഗ്, ഐ വുഡ് ലൈക്ക് ടു സേ ദ സെയിം തിങ് ഹിയർ. ഇറ്റ്സ് ലൈക്ക് ഞങ്ങൾ, എനിക്ക് തോന്നുന്നു ആസ് ജനറേഷൻ വി ബീൻ ഗിഫ്റ്റഡ്, ഐ കോൾ ഇറ്റ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഞാനത് സ്റ്റുഡൻസിനോട് പറയാറുണ്ട്. വി ഹവ് ബീൻ ഗിഫ്റ്റഡ് വിത്ത് ദിസ് വൺ talent of music. And trust me, I don't know about, I can't talk for my forefathers, എനിക്കിതേ അറിയുള്ളൂ. So it's that this is all or none. Achan was a teacher. Achan is no more now. മൃദംഗം കളിക്കുക. അച്ഛൻ മൃദംഗിസ്റ്റാണ്, മൃദംഗം ആർട്ടിസ്റ്റാണ്. അച്ഛൻ ട്രിവാൻഡ്രം റേഡിയോയിൽ വർക്ക് ചെയ്തു, കുറേ ആർട്ടിസ്റ്റിനെ വായിച്ചു, കുറേ സ്റ്റുഡൻസിനെ ഉണ്ടാക്കി, കുറേ ഞങ്ങൾക്ക് അങ്ങനെ അച്ഛനില്ലെങ്കിലും ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി പോലെ ഹീസ് ഗിവൻ us a lot of students who are still like, I don't know, I have many brothers. Mostly boys take over. Yeah, but he tried to teach me also. Achan was forward like that. For some reason, and I think I was also leaning more towards singing. So angane. But then my family, my father's side especially, and my mother says she pursued music for a while seriously just because she had this destiny of marrying my father. അല്ലാതെ കാര്യമായിട്ട് അല്ല, അമ്മയ്ക്ക് she likes, ഇപ്പോൾ she does a lot of finance and everything. She is more into finance and she likes a lot of other things. ബട്ട് ഫോർ സം റീസൺ അമ്മ ഒരു കുറച്ചു കാലം ഇവിടെ ചെമ്പൈ സംഗീത കോളേജിൽ സംഗീതം പഠിക്കുകയും അച്ഛനെ കാണുകയും കല്യാണം കഴിക്കുകയും എന്നെ എൻ്റെ അനിയത്തിനെയും വളർത്താനുമുള്ള ഒരു നിയോഗം അമ്മയുടെ ഒരു ജേർണിയിൽ ഉണ്ടായിരുന്നുണ്ട്. ബട്ട് ദെൻ ഷീ വാസ് എ ടാസ്ക് മാസ്റ്റർ, ഐ ഷുഡ് ടെൽ യു ദാറ്റ്. എൻ്റെ അച്ഛനീ പറഞ്ഞ പോലെ, എന്താണ് കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന് പറയുന്ന പോലെ, അച്ഛന് പറഞ്ഞിട്ട് പോയാൽ മതി, അച്ഛൻ അങ്ങനെയാണ്. പക്ഷെ അമ്മ ഷീ യൂസ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഡിഡ് ദാറ്റ്. We had a very tough schedule കുട്ടികളായിരുന്നു. And tell me about your grandfather. അദ്ദേഹം വോക്കലിസ്റ്റ് ആയിരുന്നു അല്ലേ? Yes, and അച്ഛൻ വോക്കലിസ്റ്റ് ആയിരുന്നു. He was also a വൈണിക, വീണ വായിക്കുന്ന വിദ്വാനായിരുന്നു. അങ്ങനെ എന്തോ കൊട്ടാരം മുതക്കുള്ള ഒരു കണക്ഷനൊക്കെയാണ്. എന്നാൽ അച്ഛൻ, ഞാനിങ്ങനെ വെറുതെ പറയും ദാറ്റ് അച്ഛൻ ഇങ്ങനെ സൈക്കിളിൽ ഓരോ വീടുകളിലും ചെന്ന് പാട്ട് പഠിപ്പിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അച്ഛൻ സൈക്കിളിൽ പോയി പഠിപ്പിച്ചു. ഞാനിന്ന് മറ്റേ ഇതിലിരുന്നിട്ട് ഹായ് സോ വേർ യു ഫ്രം എന്നൊക്കെ ചോദിച്ചിട്ട് അക്രോസ് ദ വേൾഡ് ഐ എം ഏബിൾ ടു ഡു ഇറ്റ് വെർച്വലി. ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ഉള്ളതിലായി ദിസ് ഇസ് വാട്ട് വി ഹവ് ബീൻ ഡൂയിങ്, ദിസ് ഇസ് വാട്ട് ഐ വിൽ ഡു. I don't know about Akshara. She might choose to do differently. അക്ഷര, your daughter അല്ലേ? കാർത്തിയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ലൈക്ക് ഇപ്പം എൻ്റെ മോള് പാട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ അവളോട് കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തിരിഞ്ഞോടും. നമ്മുടെ പുതിയ തലമുറ എന്ന് പറയുന്നത് അത് കൂളല്ല എന്ന് കരുതി ജീവിക്കുന്ന ഒരു ജനറേഷനാണ്. യു മൈറ്റ് ഡിഫർ ഫ്രം മീ. അങ്ങനെ കരുതുന്ന ഒരു ജനറേഷൻ, ദ ലേറ്റസ്റ്റ് ജനറേഷൻ. പക്ഷെ നമുക്ക് എപ്പോഴും കർണാട്ടിക് മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു 50+, 60+ സീനിയറായിട്ട് ഉള്ളൊരു വ്യക്തി, യുനോ ആ ഒരു ഇമേജാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. ബട്ട് യു ബിലോങ് ടു ദിസ് ജനറേഷൻ ഓഫ് മ്യൂസീഷ്യൻസ് ഹൂ ഹാവ് പെർസ്യൂഡ് കർണാട്ടിക് മ്യൂസിക്. അവിടെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്, വേ യു സീ ബോത്ത് ദീസ് വേൾഡ്സ്. ഈ യങ്ങർ ജനറേഷനെ കാണുന്നുണ്ട്, ഓൾഡർ സീനിയർ ആയിട്ടുള്ള മ്യൂസീഷ്യൻസിനെ കാണുന്നുണ്ട്. കാർത്തിക് എങ്ങനെയാണ്? കാർത്തിക, ഹൗ ഡു യു ഫീൽ you place yourself in this ecosystem? So first thing is ഈ കുട്ടികൾക്ക്, I remember Dhanya when you had asked me also, today especially, I think we present everything to them in ഒരു Montessori way, ഒരു fun way, ഒരു അങ്ങനെയൊക്കെ കാണിച്ച് അവർക്ക് റെപ്പറ്റീഷൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഐ ഫീൽ.
അതുകൊണ്ടൊക്കെയാണ് ഈ സരിഗമപധനിസ തൊട്ടൊക്കെ പാടിക്കുമ്പോൾ അവർക്ക് അത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പാവം തോന്നാറുണ്ട് കുട്ടികളെ. I mean, I did, but that was a different time altogether. And how we need to evolve to the time actually that I want to say, I am launching a separate wing for Swarakshara. Swarakshara is my school, and I have I have 115 students in Swarakshara. So I am starting a separate wing where I am going to teach kids music in the Montessori way. Like in a sense that if Sarigama Badanesa ഞാൻ ബ്ലോഗ്സ് ആയിട്ട് വെച്ച് കൊടുക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്യും. So then it is not like Carnatic music for them. They are doing an activity. Eventually they will realize that it was named so. And this ഇത് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. Okay. It's more to do with your cognitive, with your pattern building, ലോജിക്കൽ റീസണിങ്, അങ്ങനെ എല്ലാം ഉണ്ട്. വേറൊരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ലൈക്ക് ഇംഗ്ലീഷ് പോലെ അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് പോലെ അപ്രോച്ച് ചെയ്ത്, ആൻഡ് ദിസ് ഇസ് എ ലാംഗ്വേജ്, ഇറ്റ്സ് എ മ്യൂസിക്കൽ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് ആയിട്ട് അപ്രോച്ച് ചെയ്താൽ അവർക്ക് അത് അത്രയും ഒരു ഇത് നമ്മൾ വേറെന്തോ ചെയ്യുന്ന പോലെ തോന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ റീൽസിൻ്റെ ഒക്കെ ഈ ലോകത്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് 5 സെക്കൻഡിന് അപ്പുറം അറ്റൻഷൻ ഇല്ലാത്തടത്ത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു റെപ്പറ്റീഷനും ആ തരത്തിലുള്ള ഫോക്കസും ഡെഡിക്കേഷനും എങ്ങനെയാണ് അത് ഇൻകൾക്കേറ്റ് ചെയ്യുക ഈ കൊച്ചു കുഞ്ഞുങ്ങളിൽ? എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട്. അത് ഞാൻ എനിക്ക് സീനിയർ ആണ് ധന്യ, എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. With Akshara I have seen like our repetition ഞാനാ ചെയ്യുന്നത്, like for her all the more. So ഈ പറഞ്ഞ പോലെ കർണാട്ടിക്കിൽ നമുക്ക് ഇങ്ങനെ ഒരു 72 ഒരു രാഗത്തിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, ഒരു 72. She says all 72, but that is because I have read it to her morning twice, evening twice, മരുന്ന് കൊടുക്കുന്ന പോലെ. Left to her she would do or not. But I'll tell you something, I am thankful I was made to do this. So എനിക്കത് I will say that കുറച്ചൊക്കെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടാണെങ്കിലും if you get them to do it, it's a blessing, Dhanya. Today I feel the 15-20 minutes into singing, I'm into it because the 20 minutes I'm able to do. In the second minute I'm not in it. പക്ഷെ അത് മൈൻഡ്ലെസ്ലി ആണെങ്കിൽ ആ മസിൽ മെമ്മറി ഉണ്ട് എനിക്ക്. ഞാൻ പാടി തുടങ്ങുമ്പോൾ I'm not thinking of it, I'm thinking of something else, but I'm singing. ഇറ്റ്സ് ലൈക്ക് കോൺവെർസേഷൻ. ലൈക്ക് ഫസ്റ്റ് ഞാൻ ഹായ് പറഞ്ഞ പോലെ അല്ല ഇപ്പം ഞാൻ സംസാരിക്കുന്നത്, ഐ എം മോർ ഇൻ ടു യു. സോ അതുപോലെ അത് ദാറ്റ്സ് ബിക്കോസ് വി കീപ് ടോക്കിങ്. അതുപോലെ ഒരു ലാംഗ്വേജ് ആണത്. അങ്ങനെ നമ്മുടെ ഇന്നർ എന്താ പറയുക, നമ്മളെല്ലാ രീതിക്കും ഹെൽപ്പ് ചെയ്യുന്ന എനി ആർട്ട്. ഐ ഹവ് സെഡ് ദാറ്റ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് നൈസ്. എനി ആർട്ട് ഇസ് സപ്പോസ് ടു ഡു ദാറ്റ് ഐ ഫീൽ. ഞാനൊരു കർണാട്ടിക് മ്യൂസിഷ്യൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ആദ്യം നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ നമുക്ക് ആദ്യം ഒന്ന് സ്ട്രഗിൾ ചെയ്യും വിത്ത് ദ നോട്ട്സ് ആൻഡ് യുവർ ഫോക്കസ് ഇസ് കംപ്ലീറ്റ്ലി ഓൺ ഗെറ്റിംഗ് ഇറ്റ് റൈറ്റ്. പക്ഷെ അത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസിലേക്ക് എത്തുക അത് എത്ര എളുപ്പമാണ്, എത്ര ഡിഫിക്കൾട്ടാണ്? ഡസ് ദാറ്റ് ഹാപ്പൻ ടു യു വെൻ യു പെർഫോം ആസ് വെൽ? അതൊരു മ്യൂസിഷ്യന് വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു ട്രാൻസ് കൈൻഡ് ഓഫ് ഫീലിംഗ് ആണോ? ഓ വാവ് ധന്യ, ദാറ്റ് ഇസ് ലൈക്ക് എൻ്റെ ത്രൂ മെനി ഫേസസ് ഓഫ് മൈ ലൈഫ് ഐ ഹവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് വെരി ഡിഫറെൻ്റ്ലി. ചെറുപ്പത്തിലൊക്കെ ഫോഴ്സിൽ തന്നെ ഞാൻ പാടിയത്, സത്യമായിട്ട് ഐ എം ടെല്ലിങ് യു ടു ഓൾ ദ ക്യാമറാസ്. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട് ഇരുന്ന് പാടിയതൊന്നും അല്ല, എന്നെ ഫോഴ്സ് ചെയ്ത് ഇരുത്തി കഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പ്രാഗിക്കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഫസ്റ്റൊക്കെ ചെയ്തത്. Then there was this ഒരു 14, 15, 16 അതുവരെയൊക്കെ മൈ പേരൻസ് ആയിട്ട് പുൾ മീ ഇൻടു ഇറ്റ്. ഒരു മേ ബി ഒരു 10 വയസ്സൊക്കെ ആയപ്പോൾ നമുക്ക് ആ ഒരു ഏജ് വരുമല്ലോ, വേ ഇറ്റ്സ് ലൈക്ക് what you're recognized for, what you're made to feel good about, then you want to do more of that. So I was like prayer പാടുന്ന കുട്ടി സ്കൂൾ okay, so this is nice, okay, this gives me some attention, okay, nice. അങ്ങനെ കുറച്ച് കാലം പോയി. Then എനിക്ക് തോന്നുന്നു ഒരു 14, 15 ആ ഒരു when your emotions start maturing, then എല്ലാം ഇതൊരു എസ്കേപ്പാണ്. പാട്ട് കേൾക്കുന്നതോ അതിൽ കുറേ സമയം ഇരിക്കുന്നതോ ഒക്കെ ഒരു എസ്കേപ്പ്. അങ്ങനെ എസ്കേപ്പായിരുന്നു ഒരു അടുത്തൊരു 5-6 years. Now it is like, now I know it's just an inseparable thing. I'm telling you, if not this, I don't know what to do. ഐഡിയ സ്റ്റാർ സിംഗർ എങ്ങനത്തെ അനുഭവമായിരുന്നു? ഐഡിയ സ്റ്റാർ അതാണ് നമ്മൾ എന്നെ ആ ഒരു വെൻ ഐ ലുക്ക് ബാക്ക് അറ്റ് മൈസെൽഫ് എനിക്ക് പാവം തോന്നുന്നു കേട്ടോ. അതായത് ലൈക്ക് ഹൗ യു വർ ടോക്കിംഗ് അബൌട്ട് യുവർ സൺ, ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ പാടിയിരുന്ന ഒരു കുട്ടീനെ പിടിച്ച് പെട്ടെന്ന് ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് മുമ്പിൽ നാളെ ആൾക്കാരെ ജഡ്ജ് ചെയ്യാനൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ പാവം കയ്യെന്ന് പോവും. അങ്ങനെ
അത് ചിത്ര ചേച്ചിയും വലിയ വലിയ ഗസ്റ്റ് ആണ് മുന്നിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് ഈ അന്നത്തെ യുനോ ബാക്ക് ദെൻ ഓൾസോ ഐ വാസ് നോട്ട് വെയർ ഇറ്റ്സ് ലൈക്ക് ചിത്ര ചേച്ചി ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ഗോഡ് ലെവൽ. അപ്പോൾ പറയുമ്പോൾ തന്നെ അതും ഈ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ഹിസ്റ്ററി ഉള്ള അല്ലേ എൻ്റെ അച്ഛൻ ആരെ കണ്ടാലും നമസ്കാരം പറയണം. അങ്ങനെ ഒരു ആ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് റിമാർക്ക് എന്നെ കാണാതെ പോയാൽ മതി, എനിക്ക് വിഷമം വരും. അവർ വേറെ എന്തെങ്കിലും ആയിരിക്കും ആലോചിച്ചുകൊണ്ട് പോകുന്നത്. നമുക്കങ്ങനെ ലൈക്ക് ഐ ഡു എനിത്തിങ് ടു പ്ലീസ് ദം. പക്ഷേ കാരണം അത്രയും നമ്മൾ ശരത് സാറാട്ടെ, ചിത്ര ചേച്ചിയാട്ടെ, അന്നിപ്പോൾ എം ജി ശ്രീകുമാർ സാറായിരുന്നു, അവരൊക്കെ ഇത് ലെജൻസ്. അപ്പോൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞൊക്കെ നിർത്തും. ഞാൻ ഇന്നാണെങ്കിൽ ഐ വിൽ pull that Karthika away from the stage and say, you go home and do what you want to do. I want to say, Usha Didi was the one who once told me, like, Usha Uthup. So she told me, I had this, I couldn't just fit in there. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നല്ല പേടിയുണ്ട്, സ്റ്റേജ് ഫിയർ ഉണ്ട്. ബിക്കോസ് this is I do this seriously at home. ഞാൻ രാവിലെ എണീറ്റ് ക്ലാസ്സിന് പോവുകയും അത് പല മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുകയും അത്രയും ഇത് സീരിയസ് ആയിട്ട് ചെയ്യുന്ന എനിക്ക് അവിടെ ഒരു 5 മിനിറ്റ് പെർഫോം ചെയ്യാൻ പറ്റില്ല. വളരെ കോളേജിൽ പോയിട്ട് പാർട്ട് ടൈം ആയിട്ട് പാടുന്ന കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് അവർ ഹൈ സ്കോറും മേടിച്ചുകൊണ്ട് പോകും. കാരണം സ്ട്രെസ് കാരണം. സ്ട്രെസ് ആണ്. ബിക്കോസ് ദിസ് ഇസ് എക്സാജറേറ്റഡ് ഫോർ മീ. ഐ വിൽ സേ ദാറ്റ് സിംഗിങ് ഇസ് വെരി ക്ലോസ് ടു യുവർ മൂഡ് ആൻഡ് ഇമോഷൻസ്. ബിക്കോസ് നമ്മൾ കാം അല്ലെങ്കിൽ കമ്പോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇടറുവോ അതേപോലെയാണ് യൂസിങ് യുവർ വോയിസ് പ്രിസൈസ്ലി. അതെ, പാടുമ്പോൾ അതേപോലെയാണ്. സോ ഫസ്റ്റ് തിങ് ഇസ് യുവർ മൈൻഡ് ആൻഡ് യുവർ കാം. യെസ്, അതാണ് ഫസ്റ്റ് നമുക്ക് പാടാൻ ആവശ്യം വേണ്ടത്. ഫസ്റ്റ് അവിടെ നോക്ക് ആവപ്പെടുന്നത് അതാണ്. വെൻ യു ആർ ഇൻ എ റിയാലിറ്റി ഷോ ഓർ വെൻ യു ആർ ഇൻ എ കോമ്പറ്റീഷൻ, സേ കോമ്പറ്റീഷൻ, വെൻ യു ഹിയർ ദറ്റ് വേർഡ് യു ബീങ് ജഡ്ജ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ നമുക്കൊരു പീപ്പിൾ ആർ ജഡ്ജിങ് അസ് എന്ന് പറയുന്ന റൂമിലേക്ക് നമുക്ക് നടക്കുമ്പോൾ എന്ത് തോന്നുമോ അതാണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ കാർത്തിക നിൽക്കുന്നത് ചെന്നൈയിലാണ്. ഈ കർണാട്ടിക് മ്യൂസിഷ്യൻസിന്റെ ഹബ്ബാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ജഡ്ജ്മെന്റ് നടക്കുന്ന സ്പേസിലാണ്. അപ്പൊ ഒരു കച്ചേരിക്ക് പോകുമ്പോ എങ്ങനെയാ പാടുന്നത്? അയ്യോ ധന്യ എന്നോട് ആസ്ക് മീ അബൌട്ട് ഇറ്റ്. ഐ ആം ലൈക്ക് when I was an idea star singer, I was singing concerts like 3 hour long concerts. I can sing concerts. അവിടെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ക്രിയേറ്റീവ് ആയിട്ട് ഐ മീൻ ക്രിറ്റിക്സ് ഉണ്ടല്ലോ. അതിന് പറഞ്ഞ പോലെ ഒരു പാട്ട് പാടുന്ന പോലെ അതിന് എംബലിഷ്മെന്റ്സ് ഉണ്ട്. നമ്മൾ മനോധർമ്മം പറയും, സ്വരം പാടാൻ, മറ്റേ രാഗം പാടുക, നിരവൽ പാടുക, അതൊക്കെ ചെയ്യുന്ന എനിക്ക് ഇവിടെ 5 മിനിറ്റ് പാടാൻ പറ്റില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ ബട്ട് നൗ ഐ നോ. ബട്ട് ഉഷ ദീദി ടോൾഡ് മീ ബിക്കോസ് ഐ വാസ് ട്രൈങ് ഹാർഡ് ടു ഫിറ്റ് ഇൻ ദെയർ. Then she told me that no, this is not the end of your, and you are judging yourself here first. That is why you're feeling this way. They are judging you for television. It's a show. It's a TR. കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിൽ. അപ്പോൾ അതിന് there are so many other things that they are worried about, and അതിൽ one of the thing is your betterment as a അല്ലെങ്കിൽ to give the candidate, a participant, an opportunity, a platform for them to grow. എന്നുള്ള ആ ഒരു objective is one of the objectives. There are many other objectives they have which you are forgetting. So you do what you do and you go back home and continue doing what you're doing. Somebody heard me. അല്ല, നമ്മൾ ഈ റിയാലിറ്റി ഷോസും യു ആർ ടോക്കിംഗ് അബൌട്ട് റിയാലിറ്റി ഷോ അതിനുശേഷം ഒരു കർണാട്ടിക് മ്യൂസിഷ്യനായി, ടീച്ചറായി, ആൻഡ് യു ആർ ഓൾസോ എ പ്ലേ ബാക്ക് സിംഗർ. ഈ സ്പേസസിൽ ആസ് എ മ്യൂസിഷ്യൻ, കർണാട്ടിക് മ്യൂസിഷ്യൻ, ആൻഡ് ആസ് എ പ്ലേ ബാക്ക് സിംഗർ ഒരു സ്പേസ്, തനതായ ഒരു സ്പേസ് കാർവ് ഔട്ട് ചെയ്തെടുക്കുക എത്ര ഡിഫിക്കൾട്ടാണ്? ആൻഡ് ഇത് ഈ രണ്ട് സ്പേസസിൽ ഏതാണ് ഇത്രൂടെ ഡിഫിക്കൾട്ട്? ഇസ് ഇറ്റ് പ്ലേ ബാക്ക് സിംഗിങ് ഓർ ഇസ് ഇറ്റ് ആസ് എ കർണാട്ടിക് സിംഗർ? It was my dream to become a musician. So when I say I want to become a musician, from my very young age, what I have in my mind is I'm singing and I have this കണ്ണെത്താ ദൂരത്തേക്ക് ആൾക്കാരിരുന്ന് കേൾക്കുന്നു. ഇതാണ് എൻ്റെ മനസ്സിലുള്ളൊരു ഇമേജ്, വിഷ്വൽ. ഓക്കെ, നൗ വാട്ട് ഷുഡ് ദാറ്റ് ബി എന്നുള്ളതിന് എനിക്ക് അങ്ങനെ വലിയൊരു like I want to be a Carnatic singer, like I want to be a playback singer, or ippo my goals are very different also, like you know, I probably want to make my own music which might not be Carnatic. You might not be able to categorize in a particular genre. So angana when it's growing, the one thing I know is I am being given this gift and the purpose of it is to express something that words ലൂടെ മാത്രം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. യു നീഡ് എ മ്യൂസിക് ടു ബി ലേഡ് ദെയർ ഫോർ ഇറ്റ് ടു ട്രാൻസെൻഡ് ടു ദ ഫ്രം ദ ക്രിയേറ്റർ ടു ദ
audience, to the listener. അപ്പോൾ ഇതാണ് ഇതിൻ്റെ purpose and the larger purpose being it bringing together people. ഇതാണ് ഇതിലിപ്പോൾ ഞാൻ ഇങ്ങനെ carve out ചെയ്ത് എടുത്തതല്ല, it is still being carved out. And along the way എനിക്ക് വന്ന opportunities has shaped me into who I am today, which I'm very grateful about. I think the only conscious thing that I have done in this journey is to teach. That was a conscious decision. Everything came by. And Naturally. So സ്വയമായിട്ടൊരു എഫേർട്ട് എടുത്ത് ഇന്ന ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിൽ എനിക്ക് ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം എന്ന് ആലോചിച്ചിട്ടില്ല. ഇല്ല. അതെ, അതുപോലെ തന്നെ ടീച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു ഗുരുവാണ്, ഒരു ശിഷ്യയും കൂടിയാണ്. ഈ രണ്ട് റോൾസിനെ കുറിച്ച് പറയൂ. കാരണം നമ്മുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ഉണ്ട്, അപർണ ബാലമുരളി. അപർണയുടെ ഗുരുവാണ് ആൻഡ് വളരെ റെവേർഡ് ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് ഓഫ് അവർ ടൈം ബോംബെ ജയശ്രീ മാമിൻ്റെ ശിഷ്യയും കൂടിയാണ്. ടെൽ മീ യുവർ റിലേഷൻഷിപ്പ് വിത്ത് ബോംബെ ജയശ്രീ മാം. She always says that you're a part of my womb. Because I was very young then, and my father used to play all kinds of music. ഇപ്പോൾ പറഞ്ഞ അന്ന് വി വർ ഇൻ കേരള ബാക്ക് ദെൻ. അപ്പോൾ അന്ന് ബോംബെ ജയശ്രീ മാമിൻ്റെ കേൾപ്പിക്കുന്നു. ഹാസിർ എന്നൊക്കെ പറഞ്ഞ ഹരിജിയുടെ ഒക്കെ ഒരു വൺ വെരി ഫേമസ് ആൽബം, ഗസൽ ആൽബം, അതൊക്കെ റിലീസായ ടൈമാണ്. അതൊക്കെ എന്നെ പ്ലേ ചെയ്യുന്നു. ഐ ഡെൻറ്റ് സേ ഐ വോണ്ട് ടു ഗോ ലേൺ ഫ്രം ഹരിജി, ഐ സെഡ് ഐ വോണ്ട് ടു ഗോ ലേൺ ഫ്രം ബോംബെ ജയശ്രീ മാം. സോ ഐ തിങ്ക് ഇറ്റ്സ് എ കോളിംഗ്. എനിക്ക് എന്തോ എനിക്ക് ആ ഒരു കണക്ഷൻ തോന്നി, എനിക്ക് പഠിക്കണം തോന്നി. പിന്നെ ഒന്നുമില്ല, പിന്നെ മൈ ഫാദർ വാസ് ഓക്കെ, നമുക്ക് ചെന്നൈ ഷിഫ്റ്റ് ചെയ്ത് അത് സീരിയസ് ആയിട്ട് പെർസ്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ലൈക്ക് ഹൗ ഇൻ വി സേ റൈറ്റ്, മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്ന പോലെ കർണാട്ടിക് മ്യൂസിക് ഇസ് വെരി സ്ട്രോങ്ലി എന്താ പറയുക, ഒരു സ്പിരിച്വൽ റൂട്ടിംഗ് ഉള്ള ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ അത് എൻ്റെ പാരൻസ് എനിക്ക് കാണിച്ചു തന്നത്, ഓർ എൻ്റെ ക്വസ്റ്റ്, മൈ തേഴ്സ്റ്റ്, അതിലൂടെ എനിക്ക് ചാനലായി വന്നതാണ് ജയശ്രീ മാം. ഇപ്പോൾ എത്ര വർഷമായി? I came under her tutelage when I was in 2000. 25 വർഷത്തോളമാണ്. 2004, 20 years. Yeah, 20 years. So 20 years ആയിട്ട് അങ്ങനെയാണ്. ഇറ്റ്സ് ലൈക്ക് അമ്മ അച്ഛൻ എങ്ങനെയോ അതേപോലെയാണ്. അതെ. ഷീ ഈസ് ദ റീസൺ ഐ സ്റ്റാർട്ടഡ് ലിസണിങ് ടു ബോളിവുഡ് മ്യൂസിക്. ഷീ ഈസ് ദ റീസൺ ഐ സ്റ്റാർട്ട് ലിസണിങ് ടു ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഗസൽസ് ആൻഡ് ടുമീസ് ആൻഡ് ഹിന്ദുസ്ഥാനി, ദ നോർത്തേൺ ക്ലാസിക്കൽ മ്യൂസിക്. അങ്ങനെ ഇൻ ഹർ കപ്പാസിറ്റി ആൻഡ് ഇൻ ഹർ വാട്ട് എവർ ഷീ ലൈക്ക്, ഈ പറഞ്ഞ പോലെ ഷീ ഷെയർഡ്, ഓ മൈ ഗോഡ്, നോട്ട് ജസ്റ്റ് മ്യൂസിക്. my interest towards other art forms, dance, theatre, in fact films. We watch films, so many films we watch. We used to discuss films and travel. പിന്നെ ക്ലാസ്സിൽ തന്നെ. Yeah, and I used to travel with her. അന്നൊക്കെ കുറേ കോൺസേർട്സിനും പെർഫോമൻസിനൊക്കെ we used to travel with her. സോ ആ സമയത്ത് ഫിലിംസ് ഡിസ്കസ് ചെയ്യുക, ബുക്സ്, എല്ലാം ഈ പറഞ്ഞ പോലെ എവറിത്തിങ്. അതുപോലെ സോ ഞാനിപ്പോൾ എന്താണോ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ദ വേ ഐ ടോക്ക്, ദ വേ ഐ ഡ്രസ്, ദ വേ ഐ വാക്ക്, ഐ ഡു എവറിത്തിങ്, ഐ തിങ്ക് എവറിത്തിങ്, എല്ലാത്തിലും യു വിൽ സീ ഹർ ആൻഡ് ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. ആ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ ഒരു ഭയങ്കര ഒരു ഇംപ്രഷനബിൾ ഏജിലാണ് ഞാൻ പോകുന്നത്. പിന്നെ someone who you look up to so much, when they become such a close part of your life, and me especially, I will take a bit of everyone who's a part of my life. അത് സോ ഇങ്ങനെയും കൂടെ ആകുമ്പോൾ അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഷീസ് മെയ്ഡ്. സോ ഷീസ് നോട്ട് എ കർണാട്ടിക് മ്യൂസിക് ടീച്ചർ ഫോർ മീ. സോ അതുകൊണ്ട് എനിക്കൊരു ക്ലാസ്സിൽ ലഗ്ജാഗലേ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ കേൾക്കട്ടെ, നല്ല രസമുണ്ടല്ലോ. ധന്യടുത്ത് ഞാൻ ഹിന്ദി പാടണല്ലേ, ബെസ്റ്റ്. ഒന്നും പാടിത്തരും പ്ലീസ്. ഞാൻ അതിൻ്റെ എന്തെങ്കിലും എന്താ പറയുക അറിയാത്ത ലിറിക്ക് പാടാതിരിക്കാൻ വേണ്ടി I just look into the lyrics. फिर आपके नसीब में ये बात हो ना हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले. I'll tear up.
one of my favorite songs and so beautiful. So beautiful. Thank you very much. The power of music, no, it is taking me back. ഞാനിപ്പോൾ എവിടെയോ ഞാനിപ്പോൾ ഈ സെറ്റിൽ ഒന്നുമല്ല, ഞാൻ എവിടെയോ ആണ്. And അപർണ എങ്ങനെയാണ്? അപർണ ഈ പറഞ്ഞ പോലെ സിനിമയ്ക്കൊക്കെ മുമ്പേ ഐ തിങ്ക് ഷീ ജസ്റ്റ് ഡൺ മഹേഷിൻ്റെ പ്രതികാരം തന്നെ. അപ്പം തൊട്ട് ഞാനിവിടെ തൃശ്ശൂരിൽ ചേതന എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് അക്കാഡമിയിൽ ഐ വാസ് ദെയർ ഫോർ എ വൈൽ. അവിടെ തോമസ് ചക്കാലമറ്റത്ത് പറഞ്ഞിട്ട് ഫാദർ ഹാസ് ഹെൽപ്പ് മീ വിത്ത് സം മ്യൂസിക്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെടുന്നതാണ് അപർണേനെ. ആൻഡ് ഈ പറഞ്ഞ പോലെ ഈ ഗുരു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഡെലിക്കേറ്റാണ്. ഞാൻ എന്നെ ഒരു ഗുരുവായിട്ടൊന്നും എനിക്ക് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആ ടൈറ്റിൽ ഇഫ് അറ്റ് ഓൾ എന്നെ അർഹയാക്കുന്നത്. അതല്ലാതെ ഗുരു എന്നോട് ഇസ് എ ബിഗ് എനിക്ക് അതാണ് ദാറ്റ് ഈസ് വൈ ഐ എം ഏബിൾ ടു ഡു ഇറ്റ് ദാറ്റ് ഈസിലി ഓൾസോ ഐ ഫീൽ. ബിക്കോസ് എനിക്ക് I share എൻ്റെ വെർച്വലി ആണെങ്കിലും അല്ലാതെയും ഐ ഹാവ് സ്റ്റുഡൻസ് ഹു ആർ ഫുൾ ടൈം മ്യൂസിഷ്യൻസ്. ഒരു വൺ സെറ്റ് ഓഫ് അമേസിങ് പീപ്പിൾ ഐ ഹാവ് ഇൻ മൈ ലൈഫ്. അത് അവിടെ എല്ലാം ഗസൽ പാടും, ഫിലിം സോങ്സ് പാടും, അല്ലാതെ വേറെ പല ജോണറിലുള്ള പാട്ടുകൾ കേൾക്കും, അല്ലെങ്കിൽ മേ ബി എക്സ്പ്ലോർ ചെയ്യും. ഈച്ച് വൺ ഹാസ് എ വെരി ഡിഫറെൻറ്റ് ടാലൻറ്റ്. ഈ കർണാട്ടിക് സോങ്സിൽ വളരെയധികം ഇറ്റ് ഈസ് വെരി ക്ലോസ്ലി കണക്റ്റഡ് ടു ഡിവിനിറ്റി അല്ലേ? ആൻഡ് ഇടയ്ക്ക് ഒരു ഫേസ് ഉണ്ടായിരുന്നു ഇൻ യുവർ ലൈഫ് വേർ യു മൂവ്ഡ് അവേ ഫ്രം എ ബിലീഫ് ഇൻ ഗോഡ് ആൻഡ് ദാറ്റ് സിസ്റ്റം. അപ്പോൾ അവിടെ ഒരു ക്ലാഷ്, കോൺഫ്ലിക്റ്റ് വന്നിരുന്നു. ആൻഡ് ഹൗ ഡിഡ് യു മൂവ് പാസ്റ്റ് ദാറ്റ്? അതെന്താ സംഭവിച്ചത്? മൂവ് അവേ ഫ്രം ഡിവിനിറ്റി ആൻഡ് ഗോഡ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഐ മൂവ്ഡ് അവേ ഫ്രം ദിസ് കോൺസെപ്റ്റ് ഓഫ് റിലിജിയൻ. And I think a lot. അത് ചിലപ്പോൾ അത് എവറിത്തിങ് ആർട്ട് ഡസ് ആൻഡ് ഇറ്റ്സ് സപ്പോസ് ടു ഡു ദാറ്റ്. ചില കോമ്പസിഷൻസിലൊക്കെ അതും അന്നത്തെ കാലത്ത് എഴുതിയിരിക്കുന്നതായതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഈവൻ റിലവൻറ്റ് ടു ദ ഡേറ്റ്. എനിക്ക് അതും ഇങ്ങനെ തോന്നാറുണ്ട്. പ്രോബബ്ലി വൈ ഇഫ് ഐ വുഡ് ലൈക്ക് ടു ഡു സംതിങ് ഇൻ കർണാട്ടിക് മ്യൂസിക് ഇറ്റ് വുഡ് ബി ടു മേക്ക് ദ കോൺസെപ്റ്റ്സ് റെലവൻറ്റ് ടു ദ ഡേറ്റ്. സംതിങ് ദാറ്റ് യു ക്യാൻ റിലേറ്റ് ടു, സംതിങ് ദാറ്റ് എവറിബഡി ക്യാൻ റിലേറ്റ് ടു. അർഹിക്കാത്ത എന്നെ ഇത്രയും നന്മകൾ എനിക്ക് തരാനായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മേഴ്സിഫുള്ളായിട്ട് അങ്ങനത്തെ ഒക്കെ വരികളായിരിക്കും. അവർ ഫസ്റ്റ് ഓഫ് ഓൾ അവരെഴുതിയ ഇമോഷൻ, അവർ ജീവിച്ച ജീവിതം അല്ല ഇന്ന്. വെൻ ഐ സേ സ്വാമി ത്യാഗരാജ, ഇഫ് ഹി കമ്പോസ്ഡ് സംതിങ് ആൻഡ് ഇറ്റ് വാസ് ഹിസ് ലൈഫ്, ഐ മീൻ, ആൻഡ് ഹീ എന്താ പറയുക, അന്നത്തെ ധർമ്മം, ആൻഡ് ഹിസ് ധർമ്മം വാസ് ടു സിങ്. ആൻഡ് അതിലെന്ത് കിട്ടുന്നോ അത് വെച്ചിട്ട് ജീവിക്കുക എന്നുള്ള. ഇന്ന് ഫ്രം ദ പ്ലേസ് ഓഫ് ലക്ഷറി ആൻഡ് എവറിത്തിങ് ഐ കാൺട്ട് ഈവൻ റിലേറ്റ് ടു ദാറ്റ്. ഒത്തൻറ്റിക് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ വാക്കുകളുണ്ട്. വെൻ ഐ സ്പീക്ക് സംതിങ്, സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഐ എം സ്പീക്കിംഗ്, ഐ എം സിംഗിങ്. വൈ ദർ ഇസ് എ മ്യൂസിക് അറ്റ് ഓൾ? ഞാൻ പറയുന്നതിനെക്കാട്ടിലും ബെറ്ററായിട്ട് അത് റീച്ച് ആവണം എന്നുള്ളതിന് വേണ്ടി ദാറ്റ് ഈസ് എ പേർപ്പസ് ഇറ്റ് സെൽഫ്. അപ്പം അതെനിക്ക് ഞാൻ പാടുമ്പോൾ പലപ്പോഴും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഐ യൂസ് ടു സ്വരങ്ങൾ പാടുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഈ സ്വര റീൽസ് പോലും ചെയ്തത്. ഇതെനിക്ക് കർണാട്ടിക് മ്യൂസിക് മാത്രമല്ല കേട്ടോ, ഫിലിം സോങ്സിന് എനിക്ക് തോന്നാറുണ്ട്. ലൈക്ക് പണ്ട് കാലത്തെ നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് ഇൻഫാക്ട് ഞാൻ ഇപ്പോൾ പറയണമെങ്കിൽ പണ്ടേ ഉള്ള പാട്ടുകൾ പിന്നെയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ദാറ്റ് 80s ആ ഒരു, ലൈക്ക് ഫോർ എക്സാമ്പിൾ തിലാന തിലാന നീ തിക്കിൻ്റെ തേന തിക്ക് തിക്ക് നെഞ്ചിൽ തിലാന എന്നൊരു തമിഴ് സോങ് ഉണ്ട്. അതിൻ്റെ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ചരണം ഇസ് വെരി ബ്യൂട്ടിഫുൾ ആസ് എ മെലഡി ഫോർ മീ. പക്ഷെ അതിൻ്റെ ലിറിക് ഇസ് ഇറ്റ്സ് എറോട്ടിക്. എറോട്ടിക് ആവുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതെൻ്റെ ലാംഗ്വേജ് അല്ല. ഇറ്റ്സ് നോട്ട് ഹൗ ഐ വുഡ് എക്സ്പ്രെസ് ഓർ ഐ വുഡ് ലൈക്ക് ടു ബി സീൻ. എന്നെ ഞാൻ ആ സ്പോട്ടിൽ നിർത്തിയാലും ഇഫ് സമൺ ഇസ് ഷോയിങ് ലവ് ടു മീ, that is not the language I want. That's not the expression I want. അപ്പം അങ്ങനെയുള്ളപ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്കത് പാടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്വരങ്ങളായിട്ട് പാടി തുടങ്ങിയത്. അങ്ങനെയാണ് അത് ഹിറ്റായത്. എല്ലാ കവറിനും ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് മെലഡി ഇഷ്ടമാണ്, പക്ഷെ അതിൻ്റെ ലിറിക്ക് റിലേറ്റ് ആവുന്നില്ല. ഇനിയിപ്പോൾ അതിനെന്താ ഒരു വഴി എന്നാ പിന്നെ അത് സ്വരങ്ങളാക്കി പാടാം. അങ്ങനെ സോ ദ സെയിം തിങ് ഹാപ്പൻ ഫോർ മീ കോർ കർണാട്ടിക് മ്യൂസിക് ഓൾസോ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ഇൻസെപ്പറബിൾ തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും it started from a bhakti movement. അങ്ങനെ പറയാം ഞാൻ. ദാറ്റ് ഈസ് ഇപ്പോൾ ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഓഫ് ഓൾ മ്യൂസിക് in any part of the world is closely എന്താ പറയുക, ഇറ്റ്സ് വെരി ക്ലോസ് ടു ഇറ്റ്സ് കൾച്ചർ. കറക്റ്റ്. സോ അങ്ങനെ
ഇൻ ഇന്ത്യ കർണാട്ടിക് മ്യൂസിക് ഇസ് ഫ്രം ആ ഒരു ഈ പറഞ്ഞ പോലെ ഭക്തി മൂവ്മെന്റ്, അമ്പലത്തിൽ പാടുന്നത് അല്ലെങ്കിൽ ആ ഉഞ്ചവത്തി സമയത്ത് അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ കോമ്പോസിഷൻസും ലിറിക്കലായിട്ട് വരുന്നില്ലേ? നോട്ട് ഇവോൾവിംഗ് ഇൻ നോ, നോട്ട് ടു ദ വോള്യൂം ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി. അതിൽ ഞാനും ഐ വിൽ ഓൾസോ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ്. ദെർ ആർ എ ഫ്യൂ ആർട്ടിസ്റ്റ്സ് എല്ലാവർക്കും അറിയായിരിക്കും കുറച്ചൊക്കെ, ഐ മീൻ TM കൃഷ്ണ, കുറേ ഇന്നത്തെ ജനറേഷൻസിൽ കുറച്ച് പേര് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ടു, it's not yet. If you didn't know, that means it's not there yet. I remember this one video of Harish Shivaramakrishan, ഒരു എല്ലാവരും കൂടി നിന്നിട്ട് ഒരു കർണാട്ടിക് മ്യൂസിക് പാടുന്നത്. ഓക്കെ, ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ബിക്കോസ് ദാറ്റ് ഈസ് ദ പേർപ്പസ്. അതിവരെല്ലാവരും ഒന്ന് ആലോചിച്ചോ, സച്ച് എ ഡൈവേഴ്സ് ക്രൗഡ്, അതിലെല്ലാ ബിലീഫ്സുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ബട്ട് എവ്രി വൺ ഇസ് ഇൻ എ പ്ലേസ് ടുഗെദർ ടു സിങ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് വാട്ട് എവ്രി സോങ് ആൻഡ് എവ്രി ആർട്ടിസ്റ്റ് ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് എത്തിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം അതിൽ എന്താ വേണ്ടതെന്ന്. പക്ഷേ എനിക്ക് ഐ മീൻ ദാറ്റ് വാസ് എ ഫേസ് ദറ്റ് ഐ ക്രോസ്ഡ് ഓവർ ദറ്റ് ഫേസ്. ഈ പറഞ്ഞ പോലെ ഐ അക്സെപ്റ്റഡ് ഇറ്റ്. ഓഫ് കോഴ്സ് ആ ഇമോഷനിൽ എനിക്ക് പാടാൻ പറ്റില്ല, ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ആ മ്യൂസിക് ഇഷ്ടമാണ്. ഓക്കെ, അതൊരു കവർ സോങ് പോലെ തന്നെ വിചാരിച്ചങ്ങ് പാടുക എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ എത്തി. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മുടെ ആർട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ആർട്ട് തിരിച്ച് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്കൊന്നു എക്സിസ്റ്റൻസ് വളരെ ഫ്രജൈലും കൂടിയാണ്. കാരണം നമ്മളൊരു ആർട്ട് പുട്ട് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് സ്പേസ്, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ സിറ്റുവേഷൻ എല്ലാം അതിനെ എഫക്റ്റ് ചെയ്യും. നമുക്ക് അതിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് കാർത്തി ഇപ്പം നിൽക്കുന്ന ഒരു സ്പേസ്, കമ്മിങ് ടു യുവർ പേഴ്സണൽ ലൈഫ്, ഭയങ്കര ഒരു ഡിഫിക്കൾട്ട് സ്പേസ് ആണ്. യു ഹാവ് എ വെരി യങ് ഡോട്ടർ, യു ആർ എ സിംഗിൾ മദർ ആൻഡ് യു ആർ എൻ ആർട്ടിസ്റ്റ്. അതിൻ്റെ അൺസർട്ടനിറ്റീസ് എത്രയോ തലങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഓക്കെ, ആൻഡ് യു ഓൾസോ ലോസ്റ്റ് യുവർ ഡാഡ് എ ലിറ്റിൽ വൈൽ അഗോ. അപ്പോൾ പലതരത്തിലുള്ള പ്രഷേഴ്സ് വരുമ്പോൾ ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ് ആൻഡ് വാട്ട് ഹാവ് യു ലേൺഡ് ഇൻ ദീസ് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഓൾസോ? ആരെന്ത് ചെയ്താലും അത് ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടെൻഡൻസി എനിക്കുണ്ട്, വിച്ച് ഇസ് ഗുഡ് ബിക്കോസ് only because I've forgiven some people, that is still in my life now and I'm very grateful. First of all, 2017 my father passed away and soon after that I got married. Maybe അതിൽ നിന്ന് തന്നെ എനിക്ക് ഒരു lot of expectation was there on that marriage for me. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും മേജർലി 4-5 തിങ്സ് അല്ലേ ഉള്ളൂ, വെൽത്ത്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ഇങ്ങനെ ഒരു മേജർ കാറ്റഗറിയിലാണ് നമ്മൾ ചാലഞ്ചസ് ഫേസ് ചെയ്യുക. ബട്ട് ഓൾ ഓഫ് ദീസ് ആർ ദെയർ ഫോർ യു ടു സീ ഹൗ ബെറ്റർ ഹൗ am I growing. I've lost 2 people, I mean if I have to say very and other heartbreaking ആയിട്ട് I've lost them to death. അപ്പോൾ പല തലത്തിലുള്ള ലോസസ് ആണ് കാർത്തിക കണ്ടിട്ടുള്ളത്. ഹൗ ഡു യു ഡീൽ വിത്ത് ലോസ്?